ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുള്ളത് ഒരു സിമ്പിൾ പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ചൈന ഗ്രാസും ജലാറ്റിനും ഒന്നും ഉപയോഗിക്കാതെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു സിമ്പിൾ പുഡിങ്ങാണ് കേട്ടോ. എന്നാലോ നല്ല ടേസ്റ്റുമാണ് കേട്ടോ. കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒന്ന് കഴിച്ചാൽ തന്നെ കഴിച്ചുകൊണ്ടേ ഇരിക്കാൻ തോന്നും. അങ്ങനത്തെ ഒരു സിമ്പിളായിട്ടുള്ളൊരു പുഡിങ്ങാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഞാൻ 8 പീസ് ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. അങ്ങനെ ഓരോ പീസ് ബ്രെഡിന് 4 ഭാഗമാക്കിയാണ്ടൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചതുരത്തിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇനി ഏത് ഷേപ്പിലും ആക്കിയേണ്ടത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ നിങ്ങൾ എടുക്കുന്ന ട്രെൻഡ് അനുസരിച്ചിരിക്കും ബ്രെഡിൻ്റെ അളവ്. അത് നിങ്ങൾക്ക് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യും കേട്ടോ. അപ്പോൾ അതാ എല്ലാതും ഞാൻ ഇതേപോലെ ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബ്രെഡ് ഒന്ന് പൊരിച്ചെടുക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2-3 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിൽ ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതേപോലെ തന്നെ സെയിം അളവിന് 2-3 ടേബിൾ സ്പൂണോളം തന്നെ ബട്ടറും കൂടിയും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ബട്ടറിന് പകരം നിങ്ങളുടെ കയ്യിൽ ബട്ടർ ഇല്ലയെന്നുണ്ടെങ്കിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം. അതേപോലെ സൺഫ്ലവർ ഓയിൽ നിർബന്ധമൊന്നുമില്ല. ബട്ടറിൽ സ്വന്തമായിട്ട് നമുക്ക് പൊരിച്ചെടുക്കാം, അല്ലെങ്കിൽ നെയ്യിൽ സ്വന്തമായിട്ടും പൊരിച്ചെടുക്കാം. രണ്ടും നല്ല ടേസ്റ്റ് തന്നെ കേട്ടോ. ഓയിലിൽ സ്വന്തമായിട്ട് പൊരിച്ചെടുക്കരുത്. ഓയിൽ കൂടിപ്പോവാതെയും ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ അതാ അങ്ങനെ ഇതൊന്ന് മെൽറ്റായി വന്നപ്പോൾ ഞാൻ ഓരോ പീസ് ബ്രെഡ് ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതൊന്ന് ഒരു ഡാർക്ക് ഗോൾഡ് കളറാവുമ്പോൾ ഒന്ന് എടുത്ത് മാറ്റും കേട്ടോ. അപ്പോൾ എല്ലാതും ഞാനൊന്ന് ഈ ഒരു പാനിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇതൊന്ന് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. കരിഞ്ഞു പോവാതെ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ അതാ ഇതൊന്ന് ഒരു സൈഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാനൊന്ന് തിരിച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ബട്ടറാണെങ്കിലും നെയ്യാണെങ്കിലും കൂടുതലാവാതെ ശ്രദ്ധിക്കുക. കാരണം എത്ര ഇട്ടാലും ബ്രെഡ് അത് കുടിച്ചെടുക്കും. അപ്പം പാകത്തിന് എടുക്കുക, എന്നാലോ നല്ലോണം കുറയും ചെയ്യരുത് കേട്ടോ. ഇതൊന്ന് നന്നായിട്ടൊന്ന് ഒരു ഫ്രൈ ആവണ വരെ ഒന്ന് ആക്കാൻ വേണ്ടിയിട്ടുള്ളത് പാകത്തിനായിട്ട് എടുക്കാം. ബ്രെഡ് നല്ലോണം ഒന്ന് ഫ്രൈ ആയി കിട്ടുകയും വേണം. പക്ഷേ കരിഞ്ഞു പോവാതെയും ഒന്ന് ശ്രദ്ധിക്കണം. മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ചെയ്യുക. മീഡിയം ഫ്ലെയിമിൽ ഇടുമ്പോൾ പെട്ടെന്നൊന്ന് മറിച്ചിട്ട് കൊടുക്കണം. പിന്നെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് കുറച്ച് അധികം ടൈം എടുത്തിട്ട് അങ്ങനെ ചെയ്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അങ്ങനെ ഇതാ എല്ലാതും ഞാനിപ്പോൾ 2 വട്ടമായിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനുള്ള ബ്രെഡ് ഉണ്ടായിന് കേട്ടോ. അങ്ങനെ ഞാൻ എല്ലാതും ഒരു ഡാർക്ക് ബ്രൗൺ കളറാവണ വരെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരു പാത്രത്തിലേക്ക് നമ്മളത് മാറ്റി വെക്കുക. എന്നിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് ഒരു 4 ടേബിൾ സ്പൂണോളം പഞ്ചസാര ഞാനൊന്ന് കാരമലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. ഇത് ഓപ്ഷണലാണ്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നേരിട്ട് പാൽ ഇതിലേക്ക് ആഡ് ചെയ്തതിന് ശേഷം പഞ്ചസാരയും ഏലക്ക പൊടിച്ചതും ചേർത്ത് കൊടുക്കുക കേട്ടോ. അങ്ങനെ ഇതിപ്പോൾ ഞാനൊന്ന് കാരമലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ അതിലേക്ക് 2.5 കപ്പ് പാലാണ് ഒഴിച്ചെടുക്കുന്നത് കേട്ടോ. 2.5 കപ്പാണ് ഇപ്പോൾ ഞാൻ എടുത്തേക്കുന്നത്. ആദ്യം കുറച്ചൊന്ന് ഒഴിച്ചു കൊടുത്താണ്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് മെൽറ്റായതിന് ശേഷം ബാക്കിയുള്ളതും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ പഞ്ചസാരക്ക് പകരം നിങ്ങളെ കയ്യിൽ കണ്ടൻസ്ഡ് മിൽക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഫുള്ളായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുക. അതായത് 1 ലിറ്റർ പാലിക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്ക് ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുക. അല്ലെങ്കിൽ അതിൻ്റെ പകുതി ഒഴിച്ചു കൊടുത്തുകൊണ്ട് ബാക്കി പകുതി പഞ്ചസാരയും ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ അതിലേക്ക് ഇപ്പോൾ ഞാൻ കുറച്ച് വാനില എസൻസ് ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിന് പകരം ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് അവിടെ തിളക്കാൻ വേണ്ടിയിട്ടൊന്ന് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. അതവിടെ തിളച്ച് വരുന്ന ടൈം കൊണ്ട് നമുക്ക് കസ്റ്റാർഡിൻ്റെ മിക്സ് ഒന്ന് ഉണ്ടാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് കുറച്ച് പച്ചവെള്ളമാണ് എടുത്തേക്കുന്നത് കേട്ടോ. അതിലേക്ക് ഇപ്പോൾ നമ്മൾ കസ്റ്റാർഡിൻ്റെ പൗഡർ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ 1.5 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത്. അത് നന്നായിട്ടൊന്ന് കട്ടൊന്നും ഇല്ലാതെ ഒന്ന് മിക്സ് ചെയ്താണ്ടൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ പാൽ ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതിലേക്ക് നമ്മൾ ഈ കസ്റ്റാർഡ് പൗഡറിൻ്റെ മിക്സ് ഒന്ന് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് കൈയെടുക്കാതെ നന്നായിട്ടൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. കാരണം പിന്നെ അത് വല്ലാതെ തിളപ്പിക്കൊന്നും വേണ്ട. ഓൾറെഡി പാൽ തിളച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ പിന്നെ ഒരു 1-2 മിനിറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം തീ ഒന്ന് ഓഫ് ചെയ്ത് വെക്കാം കേട്ടോ. കസ്റ്റാർഡ് മിക്സ് ഒന്ന് ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ നന്നായിട്ടൊന്നത് പെട്ടെന്ന് തന്നെ ഇളക്കി കൊടുക്കണം കേട്ടോ. ഇല്ലയെന്നുണ്ടെങ്കിൽ അടിക്ക് പിടിക്കും. പെട്ടെന്നത് തിക്കായും കിട്ടും. ഈ ഒരു സമയത്ത് നിങ്ങളെ കയ്യിൽ നട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഇഷ്ടമുള്ള നട്ട്സ് ചേർത്ത് കൊടുക്കുക കേട്ടോ. അങ്ങനെ നമ്മൾ ഇത് ഫ്ലെയിം ഒന്ന് ഓഫാക്കുക. എന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ബട്ടറും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഈ ഒരു ടൈമിൽ.
എന്നിട്ട് നമുക്ക് ഈ പുഡിംഗ് ഒന്ന് സെറ്റാക്കി എടുക്കാം കേട്ടോ. ചൂടോടെ തന്നെ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക, ഒരു കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഫസ്റ്റത്തെ ലെയറായിട്ട് ഈ ഒരു മിക്സ് ഒന്ന് അടിഭാഗത്തൊന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഓരോ പീസ് ബ്രെഡായിട്ട് നിങ്ങൾക്ക് ഏത് മോഡലിൽ വേണമെങ്കിലും വെച്ച് കൊടുക്കാം കേട്ടോ. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കുറച്ചൊന്ന് അധികം സ്പേസ് ഇല്ലാതെ ഒന്ന് വെച്ചെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. അങ്ങനെ ഇതാ എല്ലാതും വെച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ബാറ്റർ അധികം ലൂസാവാൻ പാടില്ല, എന്നാലും നല്ല തിക്കും ആവാൻ പാടില്ല. നല്ല തിക്കായി കഴിഞ്ഞാൽ ഈ ഒരു ബ്രെഡിലേക്ക് ഇതൊന്ന് പെട്ടെന്ന് അബ്സോർബ് ആവില്ല കേട്ടോ. അപ്പം നല്ല ലൂസായാൽ ഇതൊന്ന് സെറ്റായി കിട്ടാനും പണികരം. അപ്പം ഈ ഒരു തിക്നെസ്സിൽ മാത്രം എടുക്കട്ടോ. ലാസ്റ്റിൽ ബട്ടർ ഇട്ട് കഴിഞ്ഞാൽ അത് തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ഓൾറെഡി ഒരു ചൂടുണ്ടാവില്ല, ആ ചൂടിൽ തന്നെ കിടന്നിട്ട് അതൊന്ന് മെൽറ്റായി കിട്ടിക്കോളൂ കേട്ടോ. അങ്ങനെ അതാ ആദ്യത്തെ ലെയർ ഇപ്പം ഞാൻ സെറ്റാക്കിയിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മേലെ പിന്നെ ഞാൻ ബ്രെഡ് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളെ കയ്യിൽ എത്ര ബ്രെഡിൻ്റെ പീസ് ഉണ്ടോ അതിനനുസരിച്ച് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം. പിന്നെ എടുക്കുന്ന പാത്രത്തിൻ്റെ അളവിനും വലിപ്പത്തിനൊക്കെ അനുസരിച്ചിരിക്കും കേട്ടോ. എന്നിട്ട് അതിൻ്റെ മേലും ഇതൊന്ന് സെറ്റാക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങളെ കയ്യിൽ ഏതെല്ലാം നട്ട്സ് ഉണ്ടോ അതൊക്കെ ഇതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം. അതേപോലെ ഡ്രൈ ഫ്രൂട്ട്സും ഒക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റ് ആയിക്കാരം. എൻ്റെ കയ്യിലിപ്പം ഈത്തപ്പഴം മാത്രം ഉള്ളതുകൊണ്ട് ഞാനത് വെച്ച് തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം ഒന്ന് സെറ്റാക്കി കഴിഞ്ഞതിന് ശേഷം നമ്മളിത് എന്ത് ചെയ്യുക, ചൂടാറി കഴിഞ്ഞതിന് ശേഷം 2 മണിക്കൂറൊന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റാക്കി എടുക്കുക കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഇതിൽ ഇഷ്ടമുള്ള നട്ട്സ് ചേർക്കുക. അതേപോലെ ഡ്രൈ ഫ്രൂട്ട്സ്, അതേപോലെ മാങ്ങ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല പഴുത്ത മാങ്ങ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിട്ട് കൊടുക്കാം. നല്ല മധുരമുള്ള ഇത് ഇട്ട് കൊടുക്കാം കേട്ടോ. ഫ്രൂട്ട്സൊക്കെ ഇട്ട് കൊടുക്കാം, നല്ല ടേസ്റ്റ് തന്നെ കയറാം. അങ്ങനെ ഇതാ നല്ല സെറ്റായിട്ട് 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം നമ്മൾ എടുത്തിട്ടുണ്ട്. നല്ല സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഒരു പുഡിങ്ങിൻ്റെ ടെക്സ്ചർ ആണോ എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല, എന്നാലോ ഇത് അധികം ലൂസായിട്ട് പോയിട്ടുമില്ല, അങ്ങനത്തെ ഒരു ഇതാണ് കേട്ടോ. ഇതിൻ്റെ പേര് ബ്രെഡ് മലായി പുഡിംഗ് എന്നാണ് കേട്ടോ. അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ ഉണ്ടാക്കിയെടുക്കാൻ. നല്ല സിമ്പിളാണ്, നല്ല ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ കേട്ടോ.